ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഉഗ്ര നരസിംഹായ നമ. എല്ലാവർക്കും ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട, അതായത് വൃശ്ചികം രാശിയുടെ ഏപ്രിൽ മാസഫലമാണ് പറയുന്നത്. ശനി 2025 മാർച്ച് മാസം 30 കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നു. ആയതിനാൽ നിങ്ങളുടെ കണ്ടകശനി അവസാനിച്ചു കഴിഞ്ഞു. കൂടാതെ വ്യാഴത്തിന്റെ 7ാം ഭാവവും ശുക്രന്റെ സ്ഥിതിയും ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഭാഗ്യാനുഭവം നൽകുന്നതാണ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ധനവരവ് നിങ്ങളുടെ മനസ്സിനെ സന്തോഷമുള്ളതാക്കുന്നതാണ്. ഇത്രയും നാൾ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച് മനസ്സുമടുത്തിരിക്കുന്ന എല്ലാ വൃശ്ചിക രാശിക്കാർക്കും ഈ ഏപ്രിൽ മാസത്തെ ഫലം വളരെ നല്ലത് തന്നെയാണ്. ഏപ്രിൽ പകുതിയോടുകൂടി ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിൽ. പുതിയ ജോലി നേടി വിദേശത്ത് പോകുന്നതിനും ഭൂമി, വാഹനം, സ്വർണം തുടങ്ങിയവ വാങ്ങാൻ സാധിക്കുന്നതിനും ഷെയർ മാർക്കറ്റ് തുടങ്ങിയവയിൽ നിന്ന് പെട്ടെന്നുള്ള വരുമാനവും ഈ ഏപ്രിൽ മാസത്തിൽ സംഭവിക്കുന്നതായാണ് കാണുന്നത്. എങ്കിലും മെയ് പകുതിയോടുകൂടി വ്യാഴം അഷ്ടമഭാവത്തിലേക്ക് മാറുന്നതിനാലും മറ്റ് ഗ്രഹദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും സ്വയമേവ രക്ഷ നേടുന്നതിനായി ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ എങ്ങനെ സാധിക്കാമെന്ന് ഈ വീഡിയോയുടെ അവസാനം വിവരിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൃശ്ചിക രാശിക്കാർക്ക് വിവാഹം ഈ മാസത്തിൽ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥം ആദിത്യ നമസ്കാരം ചെയ്യുകയോ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ നെയ്വിളക്ക്, തുളസിമാല, ത്രിമധുരം എന്നിവ വ്യാഴാഴ്ച തോറും വഴിപാടായി നടത്തുകയോ ചെയ്യേണ്ടതാണ്. ഈ വഴിപാടുകൾ നടത്തുമ്പോൾ ഒരു മാറ്റം നമുക്ക് അനുഭവപ്പെടുമെങ്കിലും സ്ഥിരമായ ഒരു മാറ്റം, അതായത് സ്ഥിരമായി ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥ നേടിയെടുക്കുന്നതിനായി ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ ആദ്യത്തെ 14 ദിവസങ്ങളിൽ ചെയ്യേണ്ടതെന്തെല്ലാമെന്ന് ഇനി പറയാം. നിരന്തര പരിശ്രമത്തിലൂടെ ദിനചര്യയിലൂടെ നവഗ്രഹ ദോഷങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനായുള്ള ഈ ധ്യാനമുറയിലൂടെ വൃശ്ചിക രാശിക്കാരുടെ എല്ലാ തരത്തിലുമുള്ള നവഗ്രഹ ദോഷങ്ങളിൽ നിന്നും പൂർണ്ണ മുക്തി നേടാവുന്നതാണ്. കുറഞ്ഞത് 1 നാഴിക നേരമെങ്കിലും, അതായത് 20 മിനിറ്റ് സമയമെങ്കിലും 108 ദിവസങ്ങൾ തുടർച്ചയായി ധ്യാനം അനുഷ്ഠിക്കുകയാണെങ്കിൽ നവഗ്രഹ ദോഷങ്ങളിൽ നിന്നും പൂർണ്ണ മുക്തി നേടുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവവേദ്യമാവുന്നതാണ്. പൂർണ്ണ മുക്തി നേടിയെങ്കിലും ഒരു ദിനചര്യ പോലെ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ തുടർന്ന് കൊണ്ടുപോകേണ്ടതാണ്. അല്ലാത്ത പക്ഷം വീണ്ടും നവഗ്രഹ ദോഷങ്ങൾ നിങ്ങൾക്ക് ബാധിക്കാൻ ഇടയുണ്ട്. കൂടുതൽ വിവരണങ്ങളില്ലാതെ ഇനി നമുക്ക് നേരിട്ട് ധ്യാനത്തിലേക്ക് കടക്കാം. ആദ്യമായി സുഖാസനസ്ഥനാവുക, അതായത് നടുവ് നിവർന്നിരിക്കുക. സാവധാനം കണ്ണടച്ചുകൊണ്ട് അനുലോമ വിലോമം എന്ന പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഈ പ്രാണായാമം ചെയ്യാൻ അറിയില്ലെങ്കിൽ ദീർഘമായി ശ്വാസനിശ്വാസം നടത്തിയാൽ മതി. ദീർഘമായി ശ്വസിക്കേണ്ടതാണ് എന്നർത്ഥം. ഇപ്രകാരം ദീർഘനിശ്വാസം നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെ പോലെ ഒരു മരക്കൊമ്പിൽ നിന്നും വേറൊരു മരക്കൊമ്പിലേക്ക്, ആ മരക്കൊമ്പിൽ നിന്നും തൂങ്ങിയാടി പിന്നീട് വേറൊരു കൊമ്പിലേക്ക് എന്ന വണ്ണം മനസ്സ് ഓരോ കാര്യങ്ങളിൽ നിന്നും വേറെ കാര്യങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആ മനസ്സിനെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക. വീണ്ടും കുറച്ചു കഴിയുമ്പോൾ മനസ്സ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയാലും വീണ്ടും മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 ആഴ്ചകളിൽ എല്ലാ ദിവസവും തുടർച്ചയായി 20 മിനിറ്റ് നേരം ഈ ശ്വാസനിശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക. ഇതാണ് ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ ആദ്യത്തെ ധ്യാനമുറ. അടുത്ത വീഡിയോയിലൂടെ ഈ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ 2ാമത്തെ ധ്യാനമുറ പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം.